മച്ചന്മാരെ അപ്പം ഇന്ന് പുറത്തുനിന്നാണ് ഫുഡ്. പക്ഷെ ഫുഡ് മേടിച്ച് കഴിക്കാനല്ല, ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാനാണ് പോകുന്നത് ബീച്ചിൽ. സിറ്റിയിലെ വലിയൊരു ഷോപ്പിംഗ് മാളാണ് സൂക്ക് ഷാർക്ക്. ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ അറിയാൻ കഴിഞ്ഞത് പണ്ട് കാലത്ത് ഇവരുടെ ഒരു ട്രഡീഷണൽ സൂക്കായിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് ഇത് വളരെ ചെറുതായിരുന്നു. പിന്നീട് സിറ്റി ഡെവലപ്പായതോടുകൂടി ഇതിപ്പോൾ നമ്മൾ ഈ കാണുന്ന സൈസിലെത്തി. ഏകദേശം 5,98,120 സ്ക്വയർ ഫീറ്റാണ് ഇതിൻ്റെ ഇപ്പോൾ നിലവിലുള്ള സൈസ്. സൂക്ക് ഷാർക്കിൻ്റെ സൈഡിൽ തന്നെയാണ് ഫിഷ് മാർക്കറ്റും ഉള്ളത്. നമ്മൾ ഒരേ വഴി കൂടെ തന്നെ കയറി 2 സൈഡിലോട്ട് തിരിയാൻ പറ്റും. ഗൈസ്, അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ട് ആദ്യമായിട്ട് ഔട്ടിങ്ങിന് പോവാണ്. അപ്പോൾ കുറച്ച് മീൻ മേടിച്ച് പൊള്ളിക്കാമെന്ന് വിചാരിച്ചു. മീൻ മാർക്കറ്റ് വന്നിട്ടുണ്ട്. ഇത് ഷാർക്കിലെ ഒരു വലിയ ഫിഷ് മാർക്കറ്റാണ്. ഈ കാണുന്ന ടൈഗർ കൊഞ്ചിന് 4 ദിനാറാണ് പറയുന്നത്. 4 ദിനാർ എന്ന് പറയുമ്പോൾ നാട്ടിൽ ഏകദേശം 1,182 രൂപ. ഇപ്പോൾ ഗൈസ് നമ്മളൊരു വറ്റപ്പാറയും ചെമ്പല്ലിയാണ് എടുത്തേക്കുന്നത്. ഫിഷെല്ലാം വീട്ടിൽ റെഡിയായിട്ടുണ്ട്. 3 ചെമ്പല്ലി, 1 വറ്റ. പിന്നെ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനായിട്ട് ഈ കാണുന്ന മീനോട് മേടിച്ചു. എത്ര പേരുണ്ട്? 6 പേര് 7 പേരുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് 1000 വലിയ, നമ്മുടെ നാട്ടിലെ നങ്കിൻ്റെ വലിയ വേർഷൻ. ഈ മീൻ എങ്ങനെ ഈസിയായിട്ട് കട്ട് ചെയ്യാമെന്ന് നോക്കിയാലോ. അതെ, അപ്പോൾ ഗൈസ് നമ്മൾ ഫിഷിങ്ങിന് വേണ്ടി തീറ്റ ഇടാനായിട്ട് കണവ ഒരു പ്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള ഫിഷും കറി വെക്കാനുള്ള ഫിഷും എല്ലാം മേടിച്ചിട്ടുണ്ട്. പിക്കപ്പ് ആയതുകൊണ്ട് ഇങ്ങനെയുള്ള കുറച്ച് സൗകര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഔട്ടിങ് കുറച്ച് ദൂരത്തോട്ടായതുകൊണ്ടും ഡെസേർട്ട് ഏരിയ ആയതുകൊണ്ടും ഫ്യൂവൽ ഫുൾ ടാങ്ക് അടിക്കുന്നതാണ് സേഫ്റ്റി.
അപ്പോൾ കഴിച്ച് നമ്മൾ മീൻ മേടിച്ച് വീട്ടിലെത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇവനെ മുളക് തേച്ച് റെഡിയാക്കണം. നമ്മുടെ സുമേഷ് ചേട്ടനും മഞ്ജേഷ് ചേട്ടനും വന്നിട്ടുണ്ട്. അവരുടെ വണ്ടിയാണ് ഈ കിടക്കുന്നത്. ഇത്രയും വേണമായിരുന്നോ? സോഡ ഇവിടെ മേടിക്കാമോ? സൗണ്ട് ഓക്കെ, അപ്പോൾ നമുക്കിനി ബീച്ച് വെച്ച് കാണാം. നമുക്ക് ബീച്ചിലോട്ട് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വണ്ടി കയറ്റി കഴിഞ്ഞു. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ബ്രിഡ്ജിലൂടെയാണ്. കടലിൻ്റെ നടുക്കൂടെ ഉള്ളൊരു പാലം. 48 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. $3.6 ബില്യൺ ചിലവാക്കി ഉണ്ടാക്കിയതാണെന്നാണ് ഗൂഗിളിൽ നിന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കൊണ്ടിരിക്കുന്ന ബ്രിഡ്ജിൻ്റെ പേര് ഷെയ്ഖ് ജാബർ അൽ അഹമ്മദ് അൽ സബാഹ് കാസ്വേ. കുവൈറ്റ് സിറ്റി നമ്മുടെ ഈ പാലത്തിൽ നിന്ന് നോക്കിയാൽ വളരെ മനോഹരമായിട്ട് കാണാനും ആസ്വദിക്കാനും സാധിക്കും. അപ്പോൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഏകദേശം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ കത്തിച്ചാൽ നിൽക്കത്തില്ല. മീൻ വീട്ടിലാണ്. എല്ലാം ഉണ്ട്, ഇതിനകത്തുണ്ട്. പൊടിയല്ലേ, പേപ്പർ എന്തെല്ലാം അടി തിരികെ കയറ്റി. അല്ല, ഇങ്ങനെ എന്നാ നിൽക്കുള്ളൂ അവിടെ. ഫയർ വർക്ക് അതൊന്നും പറ്റുന്നില്ല. എല്ലാം പറഞ്ഞു നീ ഷൂട്ടിങ് എടുക്കില്ല, കിട്ടില്ല. കൃഷ്ണന്റെ മുഖം കാണുന്നതാണ്. ഈ ചരിവൊന്നും കാണിക്കല്ലേ. സെന്റർ വെക്ക്. അല്ല, സൈഡിലോട്ട് രണ്ടെണ്ണം വെക്കാം. വേറെ വെക്കൂടെ? സൈഡിലോട്ട് അല്ലെ ഒരെണ്ണം സ്ഥലമുണ്ട്. തല അപ്പുറം പോട്ടെ, അപ്പുറം പോട്ടെ. ഇത് വെച്ചോ, എന്നിട്ട് ക്ലിപ്പ് അടിച്ചോ.
ക്ലിപ്പ് അടിച്ചോ? തിരിച്ച് മറിക്കണ്ടേ? ഒരു ടിഷ്യൂ പേപ്പർ തരുമോ? ടിഷ്യൂ പേപ്പർ ടിഷ്യൂ പേപ്പർ എത്തണോ? റോള് തുണി വേണോ? ആൾക്കാരെ എടുക്കണം, എന്റെ വണ്ടിയുടെ ഫ്രണ്ട് ആൾക്കാരെ എടുക്കണം. ഗിയർ ബോക്സിന്റെ അവിടെ ഉണ്ട്. ആ ഫ്രണ്ട് ഇരിപ്പുണ്ട്, ഫ്രണ്ടിൽ ഗിയറിന്റെ അവിടെ. ടിഷ്യൂ പേപ്പർ മറ്റേ എവിടെ? ആ റോളുണ്ട് എവിടെ പിടിച്ച്? വണ്ടിയുടെ ഗിയർ വേണ്ട, ഇപ്പൊ വേണ്ട, നീ പഴയ ചൂട് കുറയട്ടെ എന്നിട്ട് അടിച്ചാൽ എടുത്തില്ലേ നമ്മുടെ റോളല്ലോ. വീശല്ലേ അയ്യോ എണ്ണ വെക്കണം. ഓടാ തുണി വേണേ തുണിയുണ്ട്. ആ ഓക്കെ. ഊർന്ന് പോകരുതേ. എവിടെ പോയി? ഈ ചെറുകന്റെ വായിലും ഇത്ര ബന്ധാ മതിയെന്നോ? എണ്ണ എടുത്തു, എണ്ണ മേളിൽ കരിഞ്ഞ അടി വന്നിട്ടില്ല. അത് കുഴപ്പമില്ല. ഇത് നമ്മൾ ഏത് പാത്രത്തിലോട്ട് അത് നമ്മൾ കൊണ്ടുവന്നില്ല, പ്ലേറ്റ് കൊണ്ടുവന്നില്ല. നോക്കണേ, തപ്പി നോക്കണേ, എവിടെ കൊണ്ടുവന്ന സാധനമല്ല ഓരോ തരത്ത് നോക്ക്, കിട്ടിയാ നോക്ക്. നമ്മളെ നോക്കണേ, നോക്ക്. ബാഗിലുണ്ടല്ലോ. മണ്ടക്ക് വെച്ചാൽ വേറെ, മണ്ടക്ക് വെച്ചാൽ വേറെ ഊരിപ്പോ ഇല്ല. കല്യാണം കഴിയുമ്പോൾ പ്രശ്നമാവില്ല. ഓക്കെ സൂപ്പർ. അല്ലല്ല അടപ്പോ അടിയുന്നേ പിടിക്കാൻ പറ്റില്ല, ഭയങ്കര നല്ല കനല. അത് പീസ് കിടത്തി പോകല്ലോ. കഴിക്കല് പിന്നെ കഴിക്കാം. മുള്ള അല്ല ഞാൻ പറഞ്ഞത്, ഇത് പ്ലേറ്റിലേക്ക് മറിച്ചോ? അത് കുഴപ്പമില്ല, കുറച്ച് കാലപ്പുറം തന്നെ വേറെ പ്ലേറ്റ് അടിച്ചാൽ മതി. നമ്മളെന്തെങ്കിലും ഓരോരുത്തർക്കും ഓരോ പ്ലേറ്റ് വേണ്ടല്ലോ. ഈ പലവാണോ? ഉണ്ട്, വീഡിയോ ഉണ്ട്, നിന്റെ വീഡിയോ ഉണ്ട്, പഠിക്കണ്ട. അല്ല അമ്മയുടെ കുഴപ്പമൊന്നുമില്ലല്ലോ. അമ്മയുടെ നമ്മളിവിടെ കഴിച്ചോണ്ടിരിക്കുക, എഡിറ്റ് ചെയ്ത് അവിടെ കയറ്റാല്ലേ ഇത്. കുറച്ച് കമ്പി വരുന്നോട്ടെ, ഞങ്ങൾ ഈ കമ്പി പിടിക്കാൻ നോക്കുന്നവർ കുറച്ചുണ്ട്. വലിയ പാത്രമില്ല, വലിയ പാത്രമില്ല. അങ്ങനെ പൊക്കടാ നീ, തല വെച്ചിട്ടാ ഓടിക്കുന്നതിനകത്തോട്ട് പൊക്കടാ. തല പിടിച്ച മുക്കി ഇടണം. പിടിക്കാനായിട്ട് അത് തൊടാൻ ഭയങ്കര
ഓടിക്കണ്ടേ ആ ഓടി ഓടിക്കും ആ തലയെടുത്ത് ഇപ്പുറത്തേക്ക്. ഓക്കെ, അടുത്ത പ്ലേറ്റ്. കുരുമുളകിന്റെ അടുത്ത ഞാൻ കുപ്പ് എടുത്തിട്ട് വേണം, നീ അവിടെ കൊണ്ടുവെക്ക്. എന്റെ വണ്ടിയുടെ പുറകില് അല്ല അകത്ത് അത് ഓടിയത്തില്ല കേട്ടോ, അത് ഓടിക്കണ്ട. ഓടി ഓടി ഓടിയോ അത് ഓടി ഓടിയോ? എടാ അതിന്റെ പുറകെ കിടപ്പുണ്ട് കാവി. വെക്കട് 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 വെക്കട്. ചിക്കൻ പൂട്ടണ്ട പൂട്ടണ്ട. ആ ഫിഷ് ഗ്ലാസ് വെക്കാം. ഓക്കെ, കരകറിഞ്ഞ് കൊണ്ടുവന്ന് എടാ ഈ വണ്ടി താക്കോലറിയില്ലടാ. ബ്ലറായിട്ടിരിക്കുന്ന പ്ലേറ്റ് മാറ്റണ്ടാവണോ? പാർപ്ലേറ്റിനോ? അടുപ്പിട്ട് നടക്കോട്ട് വെക്കണം. ഡോക്ടറുടെ ചായ വെക്കുന്നുണ്ട്. അത്ര പാറ്റ കയറും. ഞാൻ 2 മുളക് ചേട്ടാ തുടങ്ങട്ടെ. ഓക്കെ, ചുട്ടുവിട്ട് ഇറങ്ങി അതെന്താ ഫിഷ് അത് ആയിരുന്നില്ലേ? എന്തൊക്കെ കൊള്ളണം അടുത്തോട്ട് അടുക്കാൻ പറ്റണില്ല. ഇങ്ങോട്ട് ക്രോസ് ക്രോസ് ക്രോസ്. ഹെവി മാംസം ഇത്. അവനാ കട്ട് ചെയ്ത് സ്ലൈസ് ചെയ്യണ്ടേ? ഇതിപ്പോ എങ്ങനെ നമുക്കത്? അവനാന്ന് കട്ട് ചെയ്ത്, അവൻ തന്നെ മസാല തേച്ച് അവൻ തന്നെ കട്ട് ചെയ്ത്. എന്ത് എറിയായിരുന്നു അവന്? അത് ഇതൊന്നോടെ സ്ലൈസ് ചെയ്യണമായിരുന്നു. നോക്കി ഇത്ര ഭയങ്കര കട്ട് ചെയ്തില്ലേ? തീർന്നില്ലേ? 4 ചിക്കനാണ് ഫുള്ള്. 2 ചിക്കൻ ഇത്രയും. ശരി, അല്ല ഇതൊന്നോടെ കട്ട് ചെയ്യാറ് പെട്ടെന്ന് വന്നേരെ. ആ മാംസം ഒന്ന് അല്ലെങ്കിൽ ഒന്നും വേണ്ട. പക്ഷേ അത് ഇല്ലാമ ചുട്ടും ഇതെല്ലാം പഹം പോലെ രണ്ടായിട്ട് മടക്കി വെച്ചായിരുന്നു. ശരിയായിരുന്നു. വീശുന്നല്ലോ അവിടെ കമ്പ്യൂട്ടർ പൈപ്പിട്ട് വെച്ചാൽ അങ്ങനെ പോകത്തില്ല. ഇല്ല, ഇത് പറയാൻ പറ്റില്ല. അത് വെള്ളം ഇതാണ് സുമേഷ് ചേട്ടൻ, ബിജുണ്ണൻ, മഹേഷ് ചേട്ടൻ. റിഫ്ലക്ടർ ഇട്ടിരിക്കുന്നത് മഞ്ജുഷ് ചേട്ടൻ. എല്ലാം കിട്ടിയ കല്ലായിരിക്കും. ചെമ്മീനുണ്ട് പൊളിച്ച്. എല്ലാം ഒത്തിരി ഇറങ്ങി വീശില്ലേ എല്ലാം കാണാൻ ഏത് ഉറക്കം കിട്ടിയ പോരുന്നത് ശരിയായി. എമ്മീൻ കഷ്ണം ഇല്ലാന്നോ?
ശരിയാക്കി തരാം. എന്ത് ഞാനിത് പൊളയ്ക്കും. അനുഭവം മാറിയേക്ക്. ഞാൻ പോയി ചെക്കൻ മറിച്ചിട്ടിട്ട് വരട്ടെ. എന്നെയാണോ വീശാൻ പോന്നെ? ആ മണല് വരാൻ പറ്റിയ ആളാ. പമ്പാറ്റിന്ന് മണല് പറഞ്ഞ പരിപാടിയാണെന്ന് ഓവർ ഹീറ്റ് ഇടക്കിടക്ക് മറിച്ചിടണം. അല്ല കരിയോ അകം വേഗത്തില്ല. എണ്ണ ഒഴിക്കണ്ടേ? വേണം. ഇറക്കി വയ്ക്കും. അങ്ങോട്ട് തട്ടും. ആ കൊഞ്ചോട്ടല്ലേ ഇത് കിട്ടിയപ്പോ ഇത് അങ്ങനെ ജീവനോടെ വെച്ചിട്ടില്ല, പൊള്ളിച്ചെടുക്കാം. ഒരു തൊലികുരി നടന്നാൽ പോലെ കമ്പി വേണം. വെള്ളം വെച്ചാൽ അതേയുള്ളേ. അപ്പൊ കിട്ടും. ഇപ്പൊ അനക്കം വന്നിപ്പോ നിന്റെ വീശി വീണിട്ട് ചെമ്മീൻ വന്നു ഇവിടെ കേട്ടോ. അന്ന് ഞങ്ങൾ ഒരു വീശിനൊക്കെ 8-10 ചെമ്മീൻ കിട്ടിയായിരുന്നു. കുറെ മീനുണ്ട്. കൊറേ ഉണ്ട്. വാ ഭാബി ഇവിടെ പാവം കൂടാ. ചാടിയാലും ചാകുവോ? ചത്തട്ടെടുത്തത് ചത്തില്ലായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. പൊടിക്കാറ്റും തണുപ്പുള്ള കാറ്റും ആയതുകൊണ്ട് നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോവാണ്.